ദിനത്തിൽ ചികിത്സാരംഗത്തെ സമർപ്പിത സേവനത്തിനൊപ്പം കാർഷിക മേഖലയിലും മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഡോക്ടർ സാജൻ ജോസഫിനെ ആദരിച്ച് ചെറുപുഷ്പ മിഷൻ ലീഗ്. ചെറുപുഴ സിനി മെമ്മോറിയൽ ഡെന്റൽ ക്ലിനിക്കിന്റെ ഉടമയായ ഡോക്ടർ സാജൻ ജോസഫ് മികച്ച ദന്ത ഡോക്ടർ എന്നതിനൊപ്പം വിജയകരമായ കർഷകൻ എന്ന നിലയിലും ശ്രദ്ധേയനാണ്. രോഗികൾക്ക് കരുതലും സമൂഹത്തിന് മാതൃകയും നൽകുന്ന അദ്ദേഹത്തിന്റെ സേവനങ്ങളെ മുൻനിർത്തിയാണ് ആദരവ് സംഘടിപ്പിച്ചത്. ഫൊറോന വികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സുന്ദരനായ ഒരു ഡോക്ടറാണ് സാജൻ ഡോക്ടർ. കാരണം വായിൽ പല്ലില്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും സൗന്ദര്യം പോകും. ചെറുപുഴയിലുള്ള എല്ലാ മനുഷ്യരുടെയും സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ സുന്ദരനാക്കിക്കൊണ്ട് സുന്ദരമായ സേവനം ചെയ്ത് ചെറുപുഴയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന, അതോടൊപ്പം തന്നെ തൻ്റെ ആത്മീയ സൗന്ദര്യത്തിലൂടെ മറ്റുള്ളവർക്ക് ആത്മീയ സൗന്ദര്യം കൊടുത്ത് ഈശോയുടെ സ്നേഹത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന നല്ല ഒരു ഡോക്ടറാണ് സാജൻ എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. തീർച്ചയായും ചെറുപുഴയുടെ മകനാണ് സാജൻ ഡോക്ടർ. അദ്ദേഹം തൻ്റെ ഓരോ ദിവസത്തെയും ജീവിതം ആരംഭിക്കുന്നത് ബലിപീഠം തൊട്ടാണ്. അതായത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് തൻ്റെ ഔദ്യോഗിക സേവനത്തിലേക്ക് അദ്ദേഹം കടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസ ജീവിതവും സാക്ഷ്യ ജീവിതവും ഈ നാടിന് ഏറെ നന്മ നൽകിക്കൊണ്ട് അദ്ദേഹം തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ചെറുപുഴയിൽ അൽത്താര ബാലൻ കൂടിയാണ്. അതായത് വിശിഷ്യ ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയിൽ അൽത്താരിൽ ശുശ്രൂഷ ചെയ്യുന്ന, അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും കർത്താവിൻ്റെ വചനം ലേഖനഭാഗം വിശുദ്ധ കുർബാന മധ്യേ വായിക്കുന്ന, നല്ല സാക്ഷ്യം കൊടുക്കുന്ന ഒരു വ്യക്തിത്വമാണ് സാജൻ ഡോക്ടർ. രൂപത പ്രസിഡന്റ് സുനിൽ ചെന്നിക്കര അധ്യക്ഷത വഹിച്ചു. രൂപത ഡയറക്ടർ ഫാദർ ജിതിൻ വയലുങ്കൽ, ഫാദർ ജോസഫ് ആനക്കല്ല, ഷിജു വേങ്ങത്തടം, ഓമന കുര്യളപ്പുഴ, മനോജ് മുടുവനാട്ട്, ബിന്ദു കരിവയലിൽ, സനോജ് കുറ്റിപ്പുറത്ത്, ഷിജോ, സിസ്റ്റർ ജോത്സ്ന, സിസ്റ്റർ ലിസ്ബിൻ, ഷേർലി പമ്പനാൽ, ഷാമിലി ഇടക്കരയിൽ, സുജേഷ് ഇരണക്കൽ, ഫാദർ എബിൻ, അലീന സുബിൻ, ഓസ്റ്റിൻ നെല്ലിക്കൽ എന്നിവർ സംസാരിച്ചു. തീർച്ചയായും ഞാൻ യാദൃശ്യമാണ്. ഞാൻ എൻ്റെ 33 വർഷമായി എൻ്റെ ക്ലിനിക്ക് ഇവിടെ തുടങ്ങിയിട്ട്. പിന്നെ ഇങ്ങനെ ഒരു 33 വർഷത്തിന് 33 പ്രത്യേകം എന്താ പറഞ്ഞാൽ ഈശോയുടെ പ്രായവും 33 ആണല്ലോ. അപ്പോൾ ആ കൃത്യം 33 ആ വർഷം തന്നെ ഈശോയുടെ പ്രായത്തിൽ തന്നെ, അതും ഈശോയ്ക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ലോകത്തിലെ ഏറ്റവും വലിയ സംഘടന എൻ്റെ അടുത്ത് വന്നതിൽ തീർച്ചയായും അതൊരു യാദൃശ്ചികമല്ല, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ഞാൻ ഈ BC റോയ് എന്ന ഡോക്ടർ BC റോയുടെ ഒരു ദിനമാണല്ലോ ഇന്ന്, ഇതാണല്ലോ ഇന്ത്യയിൽ നമ്മൾ ആഘോഷിക്കുന്നത്. ഡോക്ടർ BC റോയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ഡോക്ടർ എന്ന് മാത്രമല്ല, ഡോക്ടർക്കുപരി അദ്ദേഹം സമൂഹങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് മറ്റുള്ളവരുടെ വേദനകളും വിഷമങ്ങളും മനസ്സിലാക്കി സാമൂഹിക പ്രതിബദ്ധതയുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ജൂലൈ 1 ജനിച്ചു, ജൂലൈ 1 മരിക്കുകയും ചെയ്തു. ഒരേ ദിവസം ജനിച്ചു, അതേ ദിവസം മരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ ഡേറ്റ് ജൂലൈ 1 തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം. അപ്പോൾ അദ്ദേഹം ഒരു ഡോക്ടർ മാത്രമല്ല, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ജനങ്ങളൊപ്പം നിന്ന് ജനങ്ങളുടെ വേദനകൾ ഒപ്പിയെടുക്കുന്ന മനുഷ്യനായിരുന്നു. അങ്ങനെയുള്ള ആളെയാണ് തിരഞ്ഞെടുത്തത്. ഞാൻ ഇത് അറിയാം, എനിക്ക് പലപ്പോഴും എന്നെ സംബന്ധിച്ച് അങ്ങനെ പൂർണ്ണമായാകാൻ സാധിച്ചിട്ടില്ല. പലപ്പോഴും ഞാൻ എൻ്റെ ക്ലിനിക്കിലേക്ക് വരുന്നു. ഇപ്പോൾ യാദൃശ്യം അവിടെ സ്നേഹരി സിസ്റ്റർ ഇരിപ്പുണ്ട്. ഇന്നൊരു ഫസ്റ്റ് പേഷ്യൻ്റ് 1-ാം തീയതി വന്നത് താബോർ വൃദ്ധമന്ദിരത്തിലെ ഒരു അപ്പാപ്പൻ പല്ല് പറിക്കാണ്ട് വന്നു. ഫസ്റ്റ് പേഷ്യൻ്റ്, 1ാമത്തെ ടോക്കൺ ആ മനുഷ്യനായിരുന്നു. അപ്പോൾ ഞാൻ അന്നേരം വിചാരിച്ചു, എൻ്റെ മോൻ വന്നു, എടാ മോനെ ഫസ്റ്റ് പേഷ്യൻ്റ് നമുക്ക് ഭാഗ്യമുണ്ട്, ഈശോ തന്നെ വന്നിരിക്കുന്നുണ്ട് നമ്മുടെ അടുത്തേക്ക് പല്ല് പറിക്കാനായിട്ട്. ഞങ്ങൾ സാധാരണ താബോറിലെ സിസ്റ്ററിന് അറിയാം, ഞാൻ അവിടെ ശുശ്രൂഷ അവരുടെ ആരും ഞാൻ ട്രീറ്റ്മെൻറ്റ് പൈസ മേടിക്കാറില്ല. അപ്പം ഭാഗ്യമുണ്ട്, ഈശോ തന്നെ രാവിലെ വന്നു, ഇന്ന് ഈ മിഷനറി വരുന്നുണ്ട്. ഫസ്റ്റ് പേഷ്യൻ്റ് പല്ല് പറിച്ചത് ആ താബോറിലെ അപ്പാപ്പൻ്റെ ആയിരുന്നു. ദൈവത്തിന് നന്ദി പറയണം. അത് ഞാൻ മോനൊരു അവസരം കിട്ടിയത് ഉപയോഗിച്ചോ, എന്നാൽ അവനാ പല്ല് പറിച്ചത്. ഓരോ സ്വർണ്ണാഭരണവും പാരമ്പര്യത്തിന്റെ അഭിമാനം. ഓരോ ഡയമണ്ടും പറയുന്നത് വിശ്വാസത്തിന്റെ കഥ. നിങ്ങളുടെ സ്റ്റൈലിന് പെർഫെക്റ്റ് തിളക്കം. ദ ക്രൗൺ ഓഫ് ഫൈൻ ജ്വല്ലറി. സോന ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജുവലേഴ്സ്.